ഫോസിൽ ഇന്ധന ഉപയോഗം തുടരുകയാണെങ്കിൽ ഈ നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഭൂമിയിലെ ജനസംഖ്യയുടെ പകുതിയോളം പേർ അത്യന്തം അപകടകരമായ ചൂട് അനുഭവിക്കേണ്ടി വരുമെന്ന ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ പുതിയ പഠനം. നേച്ചർ സസ്റ്റൈനബിലിറ്റി ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് കടുത്ത ചൂട് നേരിടുന്ന ജനങ്ങളുടെ പങ്ക് 2010 23% നിന്ന് 2050 41% ഉയരും. ഇതോടെ ഏകദേശം 3.79 ബില്യൺ ആളുകൾ ഗുരുതര ചൂടിന്റെ ഭീഷണിയിലാകും. വ്യവസായവൽക്കരണത്തിന് മുൻപുള്ള കാലയളവിനെ അപേക്ഷിച്ച് ആഗോള താപനില 2 ഡിഗ്രി സെൽഷ്യസ് ഉയരുന്ന സാഹചര്യമാണ് പഠനം കണക്കാക്കുന്നത്. നിലവിലെ എണ്ണ, കൽക്കരി, വാതക ഉപഭോഗ നിരക്കുകൾ തുടർന്നാൽ അടുത്ത 25 വർഷത്തിനകം ഈ പരിധി കൈവരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. ഇന്ത്യ, നൈജീരിയ, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അത്യധികം ചൂട് അനുഭവിക്കേണ്ടി വരിക. ഈ പ്രദേശങ്ങളിൽ കൂളിംഗ് ഡിഗ്രി ഡേയ്സ് എന്ന ചൂടളവ് കുത്തനെ ഉയരുമെന്നും അതിനനുസരിച്ച് ശീതീകരണ ആവശ്യങ്ങളും ഊർജ്ജ ഉപഭോഗവും വർദ്ധിക്കുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു.